ഹായ്, വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹെയർ കളറിങ്ങിനെ കുറിച്ചിട്ടാണ്. കാരണം എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാം കളറിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരണം. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ, നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടോ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു ആൻസറായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഹെയർ കളറിങ്ങിൻ്റെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റും കൂടെ പരിചയപ്പെടുത്തി തരാം. ഏതാണ് നമുക്ക് കുഴപ്പമില്ലാതെ നമ്മളുടെ ഹെയറിന് ഒത്തിരി ഡാമേജ് ആക്കാത്ത ഒരു വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ കളർ പ്രൊഡക്റ്റ് കൂടി പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഹെന്ന ചെയ്യുന്ന ഉണ്ടല്ലോ. അപ്പോൾ ഹെന്ന ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഹെന്ന ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു കാര്യവും കളർ ചെയ്യുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഹെന്ന ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ ആണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ ഹെന്ന ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ ഹെയറിൽ അതിൻ്റെ ഹെന്നയുടെ കോട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ 3 പാളികളുണ്ട്. ക്യൂട്ടിക്കൽ കോർട്ടെക്സ് മെഡല 3 പാളികളെയും കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അടച്ചു വെക്കുന്നതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറി ചെല്ലൂല ഹെയറിനകത്ത്. അങ്ങനെ വരുമ്പോൾ ഡേ ബൈ ഡേ നമ്മളുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. പ്ലസ് നമ്മൾ ഹെയർ പൊട്ടി വരുന്നത് കാണാൻ പറ്റും. എന്താ പറയുക, നമ്മളുടെ അതായത് നമ്മളുടെ ഈ ക്യൂട്ടിക്കൽ കോർട്ടെക്സ് മെഡല എന്ന് പറയുന്നത് 3 ലെയറാണ്, 3 പാളികളാണ്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹെയറിൽ നടക്കുന്നത് കോർട്ടെക്സിലാണ്, സെക്കൻഡ് ലെയറിൽ. പക്ഷേ അതിലേക്ക് കയറണമെങ്കിൽ ക്യൂട്ടിക്കൽ ഓപ്പൺ ആവണം. നമ്മൾ ഹെന്ന പോലത്തെ സംഭവങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോട്ടിങ് ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം നമ്മളൊരു ഷാമ്പു ഇട്ടാൽ കണ്ടീഷണർ യൂസ് ചെയ്ത്, കണ്ടീഷണർ നമുക്കറിയാം നമ്മളുടെ ഹെയറിന് മോയ്സ്ചറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഹെയറിനകത്തേക്ക് പോയാലേ നമ്മളുടെ ഹെയർ നല്ല സോഫ്റ്റായിട്ടും എന്താ പറയുക ഒരു കണ്ടീഷണർ എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മളിതുപോലെ ഹെന്നയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഹെയർ വീണ്ടും കാരണം ഇതിനകത്തേക്ക് കയറി ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, ഡാമേജ്ഡ് ആവും. അപ്പോൾ ഹെയർ കളർ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണോ, അത് കെമിക്കൽ അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും കളർ എന്ന് പറയുന്നതും 100% നമുക്ക് കെമിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് നമുക്ക് ഇതിനകത്ത് ക്രീമും ഉണ്ട്. ഡെവലപ്പർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹെയറിനെ കണ്ടീഷനിങ് എഫക്റ്റ് കൂടി തരുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമ്മളെ ഹെയറിനെ മോയ്സ്ചർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഹെയർ ഡ്രൈ ആവത്തില്ല, പെട്ടെന്ന് തന്നെ അങ്ങനെ ഡാമേജ് ആവത്തുമില്ല. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹെയർ കളർ, ഞാൻ എപ്പോഴും പറയുന്നത്, എല്ലാവരോടും പറയും, നിങ്ങൾ കളർ ചൂസ് ചെയ്ത ഹെയർ കളർ ചെയ്യൂ. നമ്മൾ കാരണം നമുക്കറിയാം ഈ ഹെന്ന ചെയ്തവരുടെ ഹെയർ കണ്ട് ഇങ്ങനെ ഫ്രീസി ആയിട്ട് വരുന്നത്, ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലെയുണ്ട്. കാരണം അത് നമ്മൾക്ക് ക്യൂട്ടിക്കിൾ എല്ലാം തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ഓപ്പണായി അതിനെ നമ്മൾ ഈ കോട്ടിങ് ഇടുന്ന സമയത്ത് നമ്മളുടെ ഹെയറിനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ മാക്സിമം നമുക്ക് ഹെയർ കളർ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ അതിൽ ഒരുപാട് നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഒന്നെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് സലൂണിൽ ചെന്ന് നമുക്ക് ഹെയർ കളർ ചെയ്യാവുന്നതാണ്. പാർലറിൽ പോയി നമുക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ ചിലവർക്ക് ജസ്റ്റ് റൂട്ട് ടച്ച് മാത്രമായിരിക്കും. അതായത് ഹെയറിൻ്റെ ഷാഫ്റ്റിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാൽ റൂട്ട് മാത്രം ഗ്രേ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഹെന്ന ചെയ്യാനും ബുദ്ധിമുട്ടാണ്, കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അറിയാത്തതിൻ്റെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇന്ന് മാക്സിമം പറഞ്ഞു തരാം എന്ന് വെച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ഹെയർ കളർ, ഏത് ഹെയർ ആണെങ്കിലും ഏത് കളർ നമ്മൾ മേടിച്ചാലും നമ്മൾ ഫസ്റ്റ് നമ്മളുടെ സ്കാൽപ്പ് നല്ലപോലെ വൃത്തിയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതായത് നമ്മളുടെ സ്കാൽപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര സ്വെറ്റായിട്ടുണ്ടാവും, വിയർപ്പും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മളൊന്ന് പറ്റുമെങ്കിൽ സ്കാൽപ്പ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം, കണ്ടീഷണർ ഇടണമെന്നില്ല, ജസ്റ്റ് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ കളർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതും നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത്
ബയോടെക്കിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ കളറിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. വളരെ നാച്ചുറലായിട്ടാണ്, കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി പേടിക്കേണ്ട ആവശ്യമില്ല. ബയോടെക്കിൻ്റെയാണ് വരുന്നത്, ഇത് ഹെർബലും കൂടിയാണ്. അപ്പം നമുക്ക് കുറച്ച് ധൈര്യമായിട്ട് ഒരുപാട് പേര് പറയും അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് കൂടി അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ വീണ്ടും പറഞ്ഞുതരാം, ബയോടെക്കിൻ്റെയാണ്. ഇതിന് നമുക്ക് 285 റുപ്പീസ് വരും, 289 രൂപ. ഇതിനകത്ത് ഇതുപോലെ ഒരു കളർ ട്യൂബ് ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഡെവലപ്പറും കിട്ടും. മനസ്സിലായോ? ഇത് ഡെവലപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഹെയറിനെ കണ്ടീഷനിങ് ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ട്യൂബ് മാത്രം അപ്ലൈ ചെയ്താൽ നമുക്ക് നടക്കില്ല. ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഗ്രേറ്റ്. നമുക്കിതിൽ ബയോടെക്കിൻ്റെ നോക്കുകയാണെങ്കിൽ അവരുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ തന്നിട്ടുണ്ട്. സോ ബയോടെക്കിൻ്റെ ഷാംപൂ കണ്ടീഷണറും നല്ലതാണ് കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ നമുക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു ഇത് വേണമെന്നുള്ളവർക്കൊക്കെ കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും. സോ അതുകൊണ്ട് ഈ ഷാംപൂ ആൻഡ് കണ്ടീഷണറും നമുക്ക് മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് വന്നതാണ് കേട്ടോ, ഈ ബോക്സിനകത്ത് ഫ്രീ ആയിട്ട് വന്നതാണ്. സോ നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കി ചെയ്യാം. പക്ഷേ ഈ ഒരു സംഭവം നമുക്കില്ലാതെ പറ്റത്തില്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഗ്ലൗസാണ്. സോ ഗ്ലൗസ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഗ്ലൗസ് എടുത്ത് ഗ്ലൗസ് ഇട്ടതിന് ശേഷം 2 കൈയിലും ഗ്ലൗസ് ഇടുക. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഗ്ലൗസ് ഉണ്ടാവും ഇതുപോലെ. ഓക്കെ. അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സ്റ്റെയിൻ ആയിക്കഴിഞ്ഞാൽ, കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ, കളർ പിടിച്ച് കഴിഞ്ഞാൽ പോകത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകാനായിട്ട്. അപ്പോൾ ഇത് നല്ല ഏത് ഹെയർ കളറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. നല്ല വൃത്തിയുള്ള ഒരു ബൗൾ എടുക്കുക. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് കളയാൻ പറ്റുന്ന ഏതെങ്കിലും ആണെങ്കിലും നല്ലതായിരിക്കും. എടുത്തതിന് ശേഷം നമ്മൾ ഈ കളർ ട്യൂബ്, ഇപ്പോൾ ഫുൾ ഹെയർ ആണ് ചെയ്യുന്നതെങ്കിൽ, ഒരുപാട് ലെങ്ത് ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ ട്യൂബ് മുഴുവനും വേണ്ടി വരും. നല്ല ലെങ്ത് ഉള്ളവർക്ക് കേട്ടോ, നല്ല തിക്കും നല്ല ലെങ്ത് ഉള്ളവർക്കാണെങ്കിൽ. അതല്ല നമുക്കൊരു റൂട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഹാഫ് പോലും വേണ്ട, ഒരു 1/4 പോർഷൻ മതിയാവും. ഇത്രയും പോർഷൻ നമുക്ക് എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും റൂട്ട് മാത്രമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ. അതല്ല നമുക്ക് കുറച്ച്, അതായത് ചിലവർ ഈ ഫ്രണ്ട് പോർഷനൊക്കെ പെട്ടെന്ന് അറിയാം, നമുക്ക് ഈ ഇയറിൻ്റെ പോർഷൻ, ഫേസിൻ്റെ ഈ ഒരു ഏരിയയൊക്കെ ആയിരിക്കും പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ അവിടെ മാത്രമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ. ഇത് ഇത്രയും പോർഷൻസ് എടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണോ ആവശ്യം അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ലേഡീസിന് മാത്രമല്ല, ജെൻറ്റ്സ് എല്ലാവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറും കൂടിയാണ്. ഞാൻ എപ്പോഴും പറയും ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയിട്ടുള്ളത്, കുഴപ്പമില്ല എന്ന് തോന്നുന്നത് മാത്രമാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു കളർ ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. എന്താണ് ഈ പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കൊരു ആ ഒരു ഏരിയയിൽ നല്ലപോലെ ഓവറായിട്ട് ചൊറിച്ചിലൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിന് അലർജി ഇഷ്യൂ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ 99% നമ്മൾ അങ്ങനെയൊന്നും കാണാറില്ല. ബട്ട് എന്നാലും നമ്മളൊരു കെയർ എടുക്കാൻ വേണ്ടി പറഞ്ഞു തരുവാണ്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ തന്നെ നമ്മളുടെ ലോറിയലിനെയും കിട്ടും. ലോറിയലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബയോടെക്കിൻ്റെ ലോറിയലിൻ്റെ ഇത് കുഴപ്പമില്ല. പിന്നെ കുറേ ചെറിയ സാഷിയൊക്കെ വരുന്നുണ്ട്. 19 രൂപ, 20 രൂപ, 30 രൂപ, 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ അതൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹെയർ കളർ ഷാമ്പു വരുന്നുണ്ട്. സോ അത് കൂടുതൽ ഹൈ കെമിക്കലാണ്. സോ അതും അത്രയും വേണ്ട. അങ്ങനെയുള്ളതും മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ റൂട്ട് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പറ്റുമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ഒന്ന് ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. റൂട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ സെഷനായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ദെൻ അതുപോലെ ഈ പാർട്ട് ഇങ്ങനെ എടുക്കുക, അങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്ത് റൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
കുറച്ച് ഈസി ആയിരിക്കും. ഫുള്ളായിട്ടാണെങ്കിൽ നമുക്ക് ബൗളിനകത്ത് ഇത് എടുക്കുക. ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം നിങ്ങൾ ഇത്ര പോർഷനാണ് എടുക്കുന്നതെങ്കിൽ അത്രയും പാർട്ട് തന്നെ ഈ ഡെവലപ്പർ എടുക്കുക. ഡെവലപ്പർ നല്ലപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട്. രണ്ടും ഈക്വലായിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ എത്രയാണോ ക്രീം എടുക്കണം അത്രയും അതിനനുസരിച്ച് ഇതും കൂടി ഈ ഡെവലപ്പറും കൂടി എടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഈക്വലായിട്ട് മിക്സ് ചെയ്യാം. ചിലതിൽ 1:1 അങ്ങനെ ഉണ്ടാവും, ചിലത് കുറച്ച് 1:1.5 ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇത് ഈക്വലായിട്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് 1:1 എന്നുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഈ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ സ്കാൽപ്പ് ആദ്യം റൂട്ട് മാത്രം ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ഓരോ സെഷനായിട്ട് എടുത്ത് ചെയ്യുക. അതല്ല മുഴുവനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ട് നല്ലതുപോലെ നമ്മളുടെ എന്താ പറയുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ എവിടെയും ഫേസിൽ എവിടെയും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രസ്സ് ഇട്ട് വേണം നമ്മൾ ആയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം ചെയ്യാൻ. മാക്സിമം ഒരാൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും വേറെ ആരെ കൊണ്ടെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്കിതിപ്പോൾ ഏകദേശം ഒരു 20 വാഷൊക്കെ നമുക്ക് 22 വാഷൊക്കെ പറയുന്നുണ്ട്. ഒരു 20 വാഷ് വരെയൊക്കെ ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ കളറിങ് ആണല്ലോ. അതായത് ഒരു ദിവസത്തേക്കോ കുറച്ച് ടൈമിലേക്കോ ഒന്നും അല്ല. നമുക്കൊരു 20-22 വാഷോളം വരുന്നതാണ് കമ്പനി പറയുന്നത്. ബട്ട് എന്നാലും ഏകദേശം ഒരു 20 വാഷൊക്കെ വരും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെയിലി വാഷ് അല്ലല്ലോ, വീക്ക്ലി ഒരു 2 or 3 ടൈംസ് അല്ലേ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 15-20 വാഷ് വരെയും നമുക്ക് ഈ ഒരു പ്രാവശ്യം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ടും സെയിം ഇതിൽ ചെയ്യുക. എന്നിട്ട് കെട്ടി വയ്ക്കുക. ഒരു 35-40 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം വേണം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. ഓക്കെ, ഇതിനകത്ത് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് ടൈം ഉണ്ട്, 45-50 എന്നൊക്കെ പറയുന്നത്. എന്നാലും ഒരു 35-40 ആ ഒരു 35-40 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. ഓക്കെ, വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഷാമ്പൂ ഇട്ട് നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നിർബന്ധമായിട്ടും കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബയോടെക്കിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. സോ ഇത് എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്തോ, നല്ലതാണ്. ഓക്കെ, ഇത് അവരൊരു സാമ്പിളായിട്ട് തന്നിരിക്കുവാണ്. സോ നമുക്കിത് വലുതായിട്ട് നമുക്ക് ഷോപ്പിൽ മേടിക്കാനും കിട്ടും കേട്ടോ, ബയോടെക്കിൻ്റെ തന്നെ. അപ്പോൾ ഹെയർ കളറിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ മാറിയോ, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ, വേറെ ഏതെങ്കിലും കമ്പനി നെയിം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ലോറിയലിൻ്റെ ഒക്കെ എടുക്കാം, കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് കളർ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇത് ഡാർക്കസ്റ്റ് ബ്രൗൺ ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഷെയ്ഡ് തന്നെയായിരിക്കും, ഹെയറിൻ്റെ നമുക്കൊരു നാച്ചുറൽ ഷെയ്ഡ് തന്നെയായിരിക്കും. മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഹെയർ കളർ എന്ന് പറയുമ്പോൾ പല രീതിയിലും ചിലപ്പോൾ ബ്ലോണ്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഷെയ്ഡ് നോക്കുക. 1, 2, 3 എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിരിക്കും, 2 എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ, 3 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു നമ്മളുടെയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അതായത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡാർക്കസ്റ്റ് ബ്രൗൺ. സോ ഇത് കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ, നമുക്ക് എല്ലാത്തിനും ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് അമോണിയ ഹെയർ കളർ എന്ന് പറഞ്ഞാൽ തന്നെ അമോണിയ ആണല്ലോ, ബ്ലീച്ച്, അതായത് അമോണിയ കണ്ടൻറ്റ് വരുന്നതാണ്. സോ ഇതിനകത്തെന്ന് വെച്ചാൽ നോ അമോണിയ എന്നാണ്. അപ്പോൾ അത് മാക്സിമം ഞാൻ 100% എല്ലാം ഓക്കെ അല്ല, ബട്ട് ഓക്കെയാണ്, മറ്റുള്ളതെന്ന് കുറച്ചും കൂടെ ഓക്കെയാണ്. കണ്ടീഷനിങ് കളറാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുക കേട്ടോ. അപ്പോൾ 100% ഗ്രേ കവറേജ് ആണ് കൊടുത്തേക്കുന്നത്. 9 ഓർഗാനിക് ഹെർബൽ എക്സ്ട്രാക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ഈസി ആപ്ലിക്കേഷനാണ്. ലാസ്റ്റ് അപ് ടു 26 ഷാംപൂസ്. അപ്പോൾ കമ്പനി പറയുന്നത് ഞാൻ പറഞ്ഞു 22 എന്ന്, കമ്പനി 26 പറയുന്നുണ്ട്. 26 വാഷാണ് വരുന്നത്. നമുക്ക് ആപ്ലിക്കേഷന് നമുക്ക് ടൈം വരുന്നത് 15 മിനിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടത് 35-40 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെയർ കളറിനെ കുറിച്ച് ഉള്ള കൺഫ്യൂഷൻ മാറിയല്ലോ. രണ്ടും ഈക്വലായിട്ട് എടുക്കുക, മിക്സ് ചെയ്യുക, നമ്മളുടെ കയ്യിൽ ഗ്ലൗസ് ഇടുക. ഗ്ലൗസ് ഇട്ടിട്ട് നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. ഒറ്റയ്ക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. കാരണം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഈ സെഷനൊക്കെ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതല്ല ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. പിന്നെ അതുപോലെ ഫ്രണ്ട് പോർഷനൊക്കെ മാത്രമാണ് കൊടുക്കണമെങ്കിൽ കുറച്ചെടുത്താൽ മതി. വളരെ
കുറച്ചെടുക്കുക. അതുപോലെ തന്നെ അത്രയും പാർട്ട് കുറച്ച് ഒന്ന് ഡെവലപ്പറും കൂടെ മിക്സ് ചെയ്യുക. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നു, നമുക്ക് ഉള്ളിൽ വലിയ കുഴപ്പമില്ല, എന്നാൽ ഫേസിൻ്റെ ആ സൈഡിൽ മാത്രമാണ് പ്രശ്നം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയ മാത്രം, അപ്പോൾ അതിന് വാഷ് ചെയ്തിട്ടൊന്നും അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഏരിയ നല്ലപോലെ ഡ്രയർ എന്തെങ്കിലും കൊടുത്ത് സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിശ്വസിക്കുവാണ്. നമ്മളാരും പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റും കൂടി ആയതുകൊണ്ട് മാക്സിമം എന്താ പറയുക, മറ്റുള്ളതിനേക്കാളും കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരുപാട് ബ്യൂട്ടി കാര്യങ്ങളാണ് വരുന്നത്. കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ നമുക്കറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.